ഹോളി ഫാമിലി കിൻഡർ ഗാർഡൻ വാർഷിക റിപ്പോർട്ട് 2025-26. കിൻഡർ ഗാർഡനിൽ നിന്ന് സ്കൂളിലേക്കുള്ള ചുവടുമാറ്റം, കുട്ടിത്തത്തിൽ നിന്ന് ബാല്യത്തിലേക്കുള്ള പടികയറ്റമാണ്. വിജ്ഞാനത്തിൻ്റെ വാതായനങ്ങളിലേക്ക് അവർ കാലെടുത്ത് വയ്ക്കുന്ന സമയമാണിത്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കോൺവെക്കേഷൻ നടത്തുമ്പോൾ നമ്മൾ അവരുടെ വളർച്ചയെക്കുറിച്ച് അവരെ തന്നെ ബോധവൽക്കരിക്കുകയാണെന്ന് ഓർക്കണം. ഒപ്പം നമ്മളും കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാവുകയാണ്. ഈ കുരുന്നുകൾ കമിഴ്ന്നു വീണതും നിവർന്നു നിന്നതും പിച്ച വച്ചതും ആദ്യമായി സംസാരിച്ചതുമെല്ലാം നിങ്ങൾ മാതാപിതാക്കളിൽ ഉണ്ടാക്കിയ എന്തെന്നില്ലാത്ത ആനന്ദം ഈ സുന്ദര മുഹൂർത്തത്തിൽ നമുക്കെല്ലാവർക്കും ഉണ്ടാവണം. കിളിക്കൊഞ്ചലും കളി തമാശകളുമായി കഴിഞ്ഞ 2 വർഷക്കാലം ഹോളി ഫാമിലിയുടെ തിരുമുറ്റത്ത് പാറിപ്പറന്ന ഈ ചിത്രശലഭങ്ങൾ ഇന്ന് കുഞ്ഞാറ്റക്കിളികളായി മറ്റൊരു കൂട്ടിലേക്ക് ചേക്കേറുന്ന സുദിനമാണിത്. അവർ പകർന്നു തന്ന ഊർജവും സ്നേഹവും എന്നും ഹോളി ഫാമിലിയുടെ മുതൽക്കൂട്ടായിരിക്കും. ഇന്നത്തെ താരങ്ങളോട് ഒന്നേ പറയാനുള്ളൂ: നോ മാറ്റർ ഹൗ ടോൾ യു ഗ്രോ, യു വിൽ ഓൾവേസ് ബി അവർ ലിറ്റിൽ ഗ്രാജുവേറ്റ്. കോൺവെക്കേഷൻ സെറമണി 2025 മാർച്ചിൽ UKG കുട്ടികളുടെ കോൺവെക്കേഷൻ സെറമണി വളരെ ഭംഗിയായി സ്കൂളിൽ വെച്ച് ആഘോഷിച്ചു. സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ജോസ് പാറപ്പുറം അധ്യക്ഷനായിരുന്ന പരിപാടിയിൽ ഹെഡ് മിസ്ട്രസ് ശ്രീമതി റെജി ജോസഫ് ടീച്ചർ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞു. 2024-25 വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഉദ്ഘാടനം ചെയ്തത് ശ്രീമതി ലിൻഡ രാകേഷ്, RCM വെൽനസ് സെന്റർ MD ആയിരുന്നു. ശ്രീമതി ലൂസി ടീച്ചർ, PTA പ്രസിഡന്റ് ശ്രീ വിഘ്നേഷ് രാജീവൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. LKGയിൽ നിന്നും ഇവാന നിതിൻ, സമൃദ്ധി സജിത്ത് എന്നിവർ ആശംസകൾ പറഞ്ഞു. രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നും ഫസാന PA, അഖില ദേവദാസ് എന്നിവരും ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. UKG ക്ലാസ്സിൽ നിന്നും മിറൽ നിഹാരിക, സന മഹേഷ് എന്നിവർ നന്ദി പറഞ്ഞു. നീതു ടീച്ചർ UKGയിലെ ഓരോ കുട്ടിയെയും വെൽക്കം ചെയ്തു. കുട്ടികൾക്ക് മെഡലും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. അതിനുശേഷം കുട്ടികളുടെ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. കുട്ടികൾക്കും പാരൻസിനും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു. രമ്യ ടീച്ചർ നന്ദി പറഞ്ഞു പരിപാടികൾ അവസാനിപ്പിച്ചു. പ്രവേശനോത്സവം 2025 ജൂൺ 4 സ്കൂൾ മാനേജർ റവറൻഡ് ഫാദർ ജോസ് പാറപ്പുറം അച്ഛൻ്റെ അധ്യക്ഷതയിൽ KG പ്രവേശനോത്സവം അതിഗംഭീരമായി ആഘോഷിച്ചു. ഹെഡ് മിസ്ട്രസ് ശ്രീമതി റെജി ജോസഫ് ടീച്ചർ എല്ലാവർക്കും സ്വാഗതം പറഞ്ഞു. ഉദയംപേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സജിത മുരളി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. ശ്രീമതി റാണി ടീച്ചർ, KG PTA പ്രസിഡന്റ് ശ്രീ വിഘ്നേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നവാഗതരെ പഠനോപകരണങ്ങളും മധുരവും നൽകി സ്വീകരിച്ചു. ശ്രീമതി നീതു ടീച്ചർ എല്ലാവർക്കും നന്ദി പറഞ്ഞ് പരിപാടികൾ അവസാനിപ്പിച്ചു. സ്കൂൾ അസംബ്ലി ക്ലാസുകൾ ആരംഭിക്കുന്നതിന് മുൻപ് എല്ലാ ദിവസവും ടീച്ചേഴ്സിൻ്റെ ഒരുമിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം സ്കൂൾ അസംബ്ലി നടത്തുന്നു. KG മുതൽ 4ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അസംബ്ലി നടത്തുവാൻ അവസരം നൽകുന്നു. ഫെബ്രുവരി മാസം KG കുട്ടികളുടെ അസംബ്ലി ആയിരുന്നു. പ്രധാന വാർത്തകൾ, പൊതുവിജ്ഞാനം, ചിന്താവിഷയം, കടങ്കഥകൾ, പഴഞ്ചൊല്ലുകൾ എന്നിവ എഴുതി തയ്യാറാക്കി കുട്ടികൾ അസംബ്ലിയിൽ അവതരിപ്പിക്കുന്നു. അതോടൊപ്പം അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുമുള്ള അവസരവും അസംബ്ലിയിൽ നൽകുന്നു. കുട്ടികൾക്ക് അസംബ്ലിയിൽ ജന്മദിനാശംസകൾ നേരുന്നു. പരിസ്ഥിതി ദിനം ഓരോ കുട്ടിയും അവരവരുടെ വീട്ടുമുറ്റത്ത് വൃക്ഷത്തൈ നട്ടും പ്ലക്കാർഡ് നിർമ്മാണം നടത്തിയും പരിസ്ഥിതി ദിനം ഗംഭീരമായി ആഘോഷിച്ചു. വായനാ ദിനം വായനാ ദിനത്തോടനുബന്ധിച്ച് ക്ലാസുകളിൽ പ്ലക്കാർഡ് നിർമ്മാണം, അക്ഷരക്കാർഡ് നിർമ്മാണം എന്നിവ നടത്തി സമ്മാനങ്ങൾ നൽകി. ഫ്രൂട്ട്സ് ഡേ സെലിബ്രേഷൻ ഫ്രൂട്ട്സ് ഡേ സെലിബ്രേഷൻ്റെ അന്ന് KG കുട്ടികൾ എല്ലാവരും ഫ്രൂട്ട്സ് കൊണ്ടുള്ള ഓരോരോ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്തുകൊണ്ടുവന്നു. വളരെ ഭംഗിയായി അതിൻ്റെ പ്രദർശനം നടത്തി. അന്നേ ദിവസം കുട്ടികൾക്ക് എല്ലാവർക്കും ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കി കൊടുത്തു. ബഷീർ ദിനം ജൂലൈ 5 ബഷീർ ദിനം ആഘോഷിച്ചു. മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യസമര പോരാളിയുമായിരുന്ന ബഷീറിൻ്റെ കഥാപാത്രങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് KG കുട്ടികളുടെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ നടത്തി. കുട്ടികളെല്ലാവരും തന്നെ വളരെ ഭംഗിയായി അതിൽ പങ്കെടുത്തു. കുട്ടികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ചാന്ദ്രദിനം ചാന്ദ്രദിനത്തോടനുബന്ധിച്ച് KG ക്ലാസുകളിൽ റോക്കറ്റ് നിർമ്മാണ മത്സരം നടത്തി. കുട്ടികളെല്ലാവരും വളരെ ഭംഗിയായി റോക്കറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടുവന്നു. അതിൻ്റെ പ്രദർശനം നടത്തി. 1ാം സമ്മാനം LKGയിലെ ആത്വിക മെൽബനും 2ാം സ്ഥാനം UKGയിലെ വിയാൻ വിഷ്ണുവും കരസ്ഥമാക്കി. സ്വാതന്ത്ര്യദിനം
ഇന്ത്യയുടെ 79ാമത് സ്വാതന്ത്ര്യദിനത്തിൽ സ്കൂൾ മാനേജർ റവറൻ ഫാദർ ജോസ് പാർപ്പുറം ദേശീയ പതാക ഉയർത്തി. ഹെഡ് മിസ്റ്റർ ശ്രീമതി റെജി ജോസഫ് ടീച്ചർ എല്ലാവരെയും സ്വാഗതം ചെയ്തു. KG കുട്ടികൾ അന്നേ ദിവസം ഗാന്ധിജിയായും ഝാൻസി റാണിയായും നെഹ്റുവായും സുഭാഷ് ചന്ദ്ര ബോസായും ഭാരതാംബയായും അണിഞ്ഞൊരുങ്ങിയാണ് സ്കൂളിലെത്തിയത്. ക്ലാസ് അടിസ്ഥാനത്തിൽ ദേശഭക്തി ഗാനങ്ങൾ നടത്തി. തുടർന്ന് കുട്ടികൾക്ക് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു. ഓണാഘോഷം. കുട്ടികൾ എല്ലാവരും ചേർന്ന് മനോഹരമായ പൂക്കളം ഇട്ടു. ഓരോ ക്ലാസ്സുകാരും സദ്യയ്ക്ക് വേണ്ട ഓരോരോ വിഭവങ്ങൾ കൊണ്ടുവന്നു. KG കുട്ടികൾ ഉപ്പേരിയും കായ വറുത്തതും പപ്പടവും വെളിച്ചെണ്ണയും കൊണ്ടുവന്നു. അങ്ങനെ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കുവാൻ സാധിച്ചു. കുട്ടികൾ മലയാളി മാമനും മങ്കയുമായി അണിഞ്ഞൊരുങ്ങിയാണ് ഓണാഘോഷത്തിൽ പങ്കെടുത്തത്. KG കുട്ടികൾ ഓണപ്പാട്ട് അവതരിപ്പിച്ചു. കിഡ്സ് ഫെസ്റ്റ്. നവംബർ 14 ശിശുദിനത്തിൽ KG കുട്ടികളുടെ കിഡ്സ് ഫെസ്റ്റ് നടത്തി. കുട്ടികളുടെ പ്രച്ഛന്നവേഷ മത്സരം, നാടോടി നൃത്തം, ആക്ഷൻ സോങ്സ്, സിംഗിൾ ഡാൻസ്, കഥ പറയൽ മത്സരം എന്നിവ നടത്തി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. LKGയിൽ നിന്നും കലാപ്രതിഭയായി ആത്വിക മെൽബിനെയും, UKGയിൽ നിന്നും നിഹ നിതീഷിനെയും, KGയിൽ നിന്നും ജെനിഫർ മറിയം സിജോയിനെയും തെരഞ്ഞെടുത്തു. ക്രിസ്മസ് സെലിബ്രേഷൻ. കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. KG കുട്ടികൾ ക്രിസ്മസ് പാപ്പയായും പെൺകുട്ടികൾ മാലാഖമാരായും അണിഞ്ഞൊരുങ്ങി ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തു. കുട്ടികൾക്ക് നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. KG കുട്ടികൾ കരോൾ ഗാനം അവതരിപ്പിച്ചു. വിനോദയാത്ര. ഈ വർഷം LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ വിനോദയാത്ര ഏറ്റുമാനൂർ ഹാങ് ഔട്ട് പ്ലേ വേൾഡിലേക്കായിരുന്നു. കുട്ടികളുടെ മനസ്സിന് ഉന്മേഷം പകരാനും കൂട്ടുകാരൊത്ത് കളിച്ച് ഉല്ലസിക്കുവാനും ഈ വിനോദയാത്ര ഏറെ സഹായകമായി. ഫുഡ് ഫെസ്റ്റ്. 2025-26 അധ്യയന വർഷത്തെ ഫുഡ് ഫെസ്റ്റ് സ്കൂൾ മാനേജർ റവറൻ ഫാദർ ബെന്നി പാറേക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ അവരവരുടെ വീടുകളിൽ തയ്യാറാക്കിയ വിവിധതരം ഭക്ഷണങ്ങൾ കൊണ്ടുവരികയും അവയുടെ പ്രദർശനം വളരെ ഭംഗിയായി നടത്തുകയും ചെയ്തു. സ്കോളർഷിപ്പ്. KG കുട്ടികൾക്കായി അഖിലേന്ത്യാ തലത്തിൽ നടത്തപ്പെടുന്ന ഗേറ്റഡ് സ്കൂൾ സ്കോളർഷിപ്പ് പരീക്ഷയിൽ നമ്മുടെ വിദ്യാലയത്തിലെ UKG വിദ്യാർത്ഥിനിയായ അതിഥി ജയരാജ് 4ാം സ്ഥാനം കരസ്ഥമാക്കി. കൂടാതെ 13 കുട്ടികൾ ക്യാഷ് അവാർഡിനും ഗോൾഡ് മെഡലിനും അർഹരായി. 9 കുട്ടികൾ സിൽവർ മെഡലിനും അർഹരായി. ഇതേറെ അഭിമാനകരമായ ഒരു നേട്ടം തന്നെയായിരുന്നു. ഗ്രാൻഡ് പാരൻസ് ഡേ. ഗ്രാൻഡ് പാരൻസ് ഡേ ദിനത്തിൽ കുട്ടികളെല്ലാവരും അവരവരുടെ ഗ്രാൻഡ് പാരൻസിനെ വിഷ് ചെയ്തു അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു. സ്പോർട്സ് ഡേ. ജനുവരിയിൽ KG, LKG, UKG കുട്ടികളുടെ സ്പോർട്സ് ഡേ നടത്തി. റണ്ണിംഗ് റേസ്, മ്യൂസിക്കൽ ചെയർ, മിഠായി പെറുക്കൽ തുടങ്ങിയ മത്സരങ്ങൾ നടത്തി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ദീപിക കളറിംഗ് മത്സരം. ദീപികയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ കളർ ഇന്ത്യ മത്സരത്തിൽ നമ്മുടെ വിദ്യാലയത്തിലെ എല്ലാ KG കുട്ടികളും വാശിയോടെ പങ്കെടുത്തു. UKGയിലെ അതിഥി ജയരാജ് 1ാം സ്ഥാനം കരസ്ഥമാക്കി. KG PTA പ്രസിഡന്റായി ശ്രീ മനോജിനെയും കമ്മിറ്റി അംഗങ്ങളായി ഷബ്ന, അഞ്ജു, രേഷ്മ, നീതു, അരുണിമ, അനീഷ് എന്നിവരെയും തെരഞ്ഞെടുത്തു. മന്ത്ലി ടെസ്റ്റ്. കുട്ടികളുടെ പഠന നിലവാരം മനസ്സിലാക്കുന്നതിനു വേണ്ടി എല്ലാ മാസവും മന്ത്ലി ടെസ്റ്റ് നടത്തിവരുന്നു. ഔഷധക്കഞ്ഞി വിതരണം. കർക്കിടക മാസത്തിൽ നമ്മുടെ വിദ്യാലയത്തിലെ എല്ലാ കുട്ടികൾക്കും സ്വാദിഷ്ടമായ ഔഷധക്കഞ്ഞി വിതരണം ചെയ്തു. ഔഷധ സസ്യങ്ങളുടെ മനോഹരമായ ഒരു പ്രദർശനവും സ്കൂളിൽ നടത്തി. ഉച്ചഭക്ഷണം. എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾക്ക് ഉച്ചയ്ക്ക് ചോറും 2 തരം കറിയും നൽകുന്നു. കൂടാതെ ആഴ്ചയിൽ 2 ദിവസം പാലും 1 ദിവസം മുട്ടയും നൽകുന്നു. കുട്ടികളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഉച്ചഭക്ഷണത്തിനായി പച്ചക്കറിയും ചിക്കനും പായസവും സ്പോൺസർ ചെയ്യാറുണ്ട്. കമ്പ്യൂട്ടർ പരിശീലനം. എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച ദിവസം KG കുട്ടികൾക്ക് കമ്പ്യൂട്ടർ പരിശീലനം നൽകി വരുന്നു. KG. അക്ഷരങ്ങളുടെ തിരുമുറ്റത്തേക്ക് ചുവടുവയ്ക്കുന്നതിൻ്റെ മുന്നോടിയായി കളികളിലൂടെയും പാട്ടിലൂടെയും വരകളിലൂടെയും പ്രത്യേകം പരിശീലനം നൽകി വരുന്ന 2 വയസ്സിനും 4 വയസ്സിനും ഇടയിലുള്ള കുരുന്നുകളുടെ KG സെക്ഷൻ നമ്മുടെ വിദ്യാലയത്തിലുണ്ട്. ആ കുരുന്നുകളുടെ കളിച്ചിരികൾ നമ്മുടെ വിദ്യാലയത്തെ ഏറെ സുന്ദരമാക്കുന്നു. സ്കൂൾ ആനിവേഴ്സറി. നമ്മുടെ 131ാമത് വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും ഹോഫ ഉത്സവ് 2K26 എന്ന പേരിൽ 2026 ഫെബ്രുവരി 11 ബുധനാഴ്ച ഉച്ചയ്ക്ക് 3:30 സമുചിതമായി നടത്തി. ദീർഘനാളത്തെ സേവനത്തിന് ശേഷം നമ്മുടെ സ്കൂളിൽ നിന്നും വിരമിക്കുന്ന ഷൈനി ടീച്ചർക്ക് തദവസരത്തിൽ ഉചിതമായ യാത്രയയപ്പും നൽകി.
സ്കൂൾ മാനേജർ റവറൻ ഫാദർ ബെന്നി പാറേക്കാട്ടിൽ അധ്യക്ഷനായ യോഗത്തിൽ ഹെഡ് മിസ്ട്രസ് ശ്രീമതി റെജി ജോസഫ് ടീച്ചർ എല്ലാവർക്കും സ്വാഗതം ആശംസിച്ചു. ഉദ്ഘാടനം ശ്രീ കെ ബാബു MLA ആയിരുന്നു. റവറൻ ഫാദർ തോമസ് നങ്ങേലിമാലിൽ മുഖ്യപ്രഭാഷണം നടത്തി. സിനി ആർട്ടിസ്റ്റ് ശ്രീ മുഹമ്മദ് ഫൈസൽ വിശിഷ്ടാതിഥിയായി എത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജൂബൻ ജോൺ, തൃപ്പൂണിത്തുറ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി രശ്മി KJ, വാർഡ് മെമ്പർ ശ്രീ ഗോപിദാസ്, ശ്രീമതി ട്രീസ ജയ ടീച്ചർ, ശ്രീമതി ഹർഷ ടീച്ചർ, PTA പ്രസിഡന്റ് ശ്രീ ലൈജു ശ്രീവത്സൻ, പൂർവ്വ വിദ്യാർത്ഥി പ്രണവ് പ്രേം, KG PTA പ്രസിഡന്റ് ശ്രീ മനോജ് VS, സ്കൂൾ ലീഡർ ശങ്കർ ശ്രീനിവാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് ശ്രീ മുജീബ് സാർ നന്ദി പറഞ്ഞതോടെ പൊതുയോഗം അവസാനിപ്പിച്ചു. തുടർന്ന് ഹോഫ ഉത്സവ് 2K26 സ്റ്റേജിൽ അരങ്ങേറി. KG മുതൽ 4ാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികളുടെയും വിവിധ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. 2025-26 അധ്യയന വർഷത്തെ KG പ്രവർത്തനങ്ങളുടെ രത്നച്ചുരുക്കമാണ് ഈ റിപ്പോർട്ട്. ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ ഏവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു.